ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് നല്ലൊരു മഴയ്ക്കുള്ള ചാൻസൊക്കെ അതോടെ തൊട്ടടുത്തായിട്ട് കാണുന്നുണ്ട്. മഴക്കാറൊക്കെ നല്ലപോലെ എടുത്ത് നിൽക്കുന്നുണ്ട്. കാറ്റൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ നമ്മളിന്ന് വടവന്നൂർ 2000-ലേറെ ദോശ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു കടയുടെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. കൂടെ തന്നെ അവിടെ പൊറോട്ടയും മറ്റുള്ള കറികളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ കടയിലെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. കടയിലാണെങ്കിൽ വലിയ ആംബിയൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, കാരണം മൊത്തം പുകമയമാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ്, കടയുടെ മുൻവശം പാലക്കാട് കൊല്ലങ്കോട് മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ട്. അതിൽ മാക്സിമം ഉള്ളതൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ 3 ദോശയുണ്ട് ഓർഡർ ചെയ്ത്. ആ ദോശയോടൊപ്പം കഴിക്കാനായിട്ട് അവർ തന്നത് നല്ല തേങ്ങാ ചട്നിയും മുളക് ചമ്മന്തിയും വറുത്തരച്ച മുളക് ചമ്മന്തിയുണ്ട്. തക്കാളിയും ഉള്ളിയും വറമുളകൊക്കെ ഇട്ട് വറുത്തരച്ച മുളക് ചമ്മന്തിയും കൂടെ തന്നെ ബീഫിൻ്റെ ഗ്രേവി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ. അപ്പോൾ അതൊക്കെ കൂടി ഇങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിക്കായിരുന്നു. ഒരു പീസ് ദോശയും കൂടെ തന്നെ ആ തേങ്ങാ ചട്നിയിലേക്ക് മുക്കി ആ പീസ് ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോഴല്ലോ അങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ദോശയൊക്കെയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ ദോശയായിരുന്നു കേട്ടോ. അത് അങ്ങനെ അടർന്നടർന്ന് വരുന്നുണ്ടായിരുന്നു. ഓരോ പീസ് ഇങ്ങനെ എടുത്ത് ആ ബീഫിൻ്റെ ഗ്രേവിയിൽ മുക്കി ഇങ്ങനെ വായിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഫീലായിരുന്നു കേട്ടോ. അപ്പം ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിച്ചു. ഫ്രണ്ട്സ്, കൂടെ കിട്ടിയ ആ മുളക് ചമ്മന്തി ആണെങ്കിൽ പറയാനായിട്ട് ഒരു രക്ഷയില്ല. ആ തക്കാളിയുടെയും മുളകിൻ്റെയും ആ ഉള്ളിയുടെയൊക്കെ വറുത്തരച്ച് ആ ഒരു മണമുണ്ടല്ലോ, അതാണെങ്കിൽ മൂക്കിലിങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ് ദോശയും ആ മുളക് ചമ്മന്തിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി. ഒരു രക്ഷയില്ല എനിക്ക് പറയാനായിട്ട്. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മുളക് അവർ തീയിൽ ചുട്ടെടുത്തിട്ടാണ് ചമ്മന്തിക്ക് ഉപയോഗിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വറമുളക് അതാണെങ്കിൽ പറയാനായിട്ട് ഒരു രക്ഷയില്ല. നല്ല മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ടായിരുന്നു എൻ്റെ മണമൊക്കെ. ഫ്രണ്ട്സ്, ഈ ഹോട്ടലിലേക്ക് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ചമ്മന്തി മാത്രം മതിയിട്ട് ആ ദോശ മൊത്തം കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ചമ്മന്തി. കൂടെ തന്നെ കിട്ടിയ ആ ചട്നി ആണെങ്കിലും ബീഫിൻ്റെ ഗ്രേവി ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഹോട്ടലിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ അവിടെ പോയി കഴിച്ചു പോകും. അത്രയ്ക്ക് രുചിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതും കൂടി കൂട്ടിയൊരു 10-20 പ്രാവശ്യം ഞാനിവിടെ നിന്ന് ദോശ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭക്ഷണം എവിടെയുണ്ട് അവിടെ മലയാളികൾ തേടിയെത്തും എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് കേട്ടോ ഈ ഹോട്ടൽ. കുഞ്ഞു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ആംബിയൻസിലെല്ലാ കാര്യം ഭക്ഷണം തരുന്നതിലാണ് ഈ ഹോട്ടൽ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. രുചിയോടെയുള്ള ഭക്ഷണം കുറഞ്ഞ വിലയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ഈ പാലക്കാട് ജില്ലയിലെ കുഞ്ഞു കുഞ്ഞു ഹോട്ടലിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുഞ്ഞു ഹോട്ടലിൽ ആംബിയൻസ് നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ആംബിയൻസ് ഉള്ള ഹോട്ടൽസിൽ നമ്മൾ കയറുന്ന സമയത്ത് നമുക്കത് ഭക്ഷണം വായി വയ്ക്കാൻ കൊള്ളത്തില്ല. പക്ഷേ നമുക്കാണെങ്കിൽ നല്ല വിലയും കൊടുക്കേണ്ടി വരും. ഇവിടെയാണെങ്കിൽ കുറഞ്ഞ വിലയായിരിക്കും നല്ല ഭക്ഷണം. മായം ചേർക്കാതെയുള്ള ഭക്ഷണം ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അവരും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് തന്നെയാണ് അവരും കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, പറഞ്ഞ് ഏകദേശം 2 ദോശയോളം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു ദോശയുണ്ട്. അപ്പോൾ ആ ദോശയും കുറച്ച് തേങ്ങാ ചട്നി കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ. വായിലേക്ക് വയ്ക്കുമ്പോഴേക്കും നല്ല അലിഞ്ഞു പോയി. അപ്പോൾ നമുക്കിനി വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുള്ളത് കൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആ കടയിൽ അച്ഛനോട് ചോദിച്ചറിയാം. കട തുടങ്ങിയിട്ട് 12 കൊല്ലം അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളത് കഴിക്കാൻ? പൊറോട്ട, ദോശ, റോസ്റ്റ്, ആലു റോസ്റ്റ്, കൊത്തു പൊറോട്ട, ബീഫ്, ചിക്കൻ. എത്ര മണി വരെ കടയുണ്ടോ? കാലത്ത് എത്ര മണിക്ക് തുറക്കും? കാലത്ത് 5 മണിക്ക് തുറക്കും. വൈകിട്ട് എത്ര മണിയുണ്ട്? വൈകിട്ട് 9:30 വരെ. 9 വരെ. ഞങ്ങൾ 2 മാത്രമേ പണിക്കുന്ന ആളില്ല. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.